ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കാതെയാണ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റാഗിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് തിക്കായിട്ട് വരണം. അതുവരെ കൈയെടുക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകിയിട്ട് ആ റാഗിയുടെ റോ ടേസ്റ്റ് ഒന്നും മാറി വരത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ആ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് 1 കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി ഒന്നും കൂടെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചവ്വരി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ചവ്വരിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഏലക്കയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ തേങ്ങയുടെ 1/4 പാൽ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള കാഷ്യും കിസ്മിസൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തിടാം. ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളൂ. ഇനി കാഷ്യൊക്കെ ഒന്ന് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം കാഷ്നട്ട് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കാഷ്നട്ടിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി കിസ്മിസും കാഷ്നട്ടൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അതേ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം, ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഒരുപാടിട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട പഴം. അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും.
ഇപ്പോൾ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പഴം ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ബാക്കിയുള്ള നട്ട്സും പഴമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗിയും പഴവും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴവും നട്ട്സൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗിയും പഴവും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.